കൂടിയിട്ട് നമ്മളിങ്ങനെ പരപ്പനങ്ങാടി ടൗണിൽ നടക്കുമ്പോൾ നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടണം. അപ്പോൾ ഞാൻ, ഷെമിത്തേട്ടൻ, അശ്വന്ത്, സജീർ, ശരത്ത്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്, ഷാനൊക്കെ ഉണ്ട്. അപ്പോൾ നടക്കുന്ന സമയത്ത് ഞങ്ങളൊരു ഷോപ്പിലേക്ക് ചെല്ലുകയാണ്. നമ്മളൊരു ഷോപ്പിലേക്ക് ചെല്ലുന്ന സമയത്ത് ആ ഷോപ്പിൽ നിന്ന് നമ്മളോട് തിരിച്ചു ചോദിച്ചു, നിങ്ങൾ എന്താ ഇത്ര കാലം നമ്മുടെ അടുത്തേക്ക് വരാതിരുന്നത്? ആ ചോദ്യത്തിലാണ് ഞെട്ടിയത്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ആ സ്ഥാപനത്തിലേക്ക് കയറി ചെല്ലുന്നത്. നിങ്ങൾ എന്താ ഇത്ര കാലം വരാതിരുന്നത്? ഞങ്ങൾ ടൂർണമെന്റിലെ തേ ട്രോഫി, അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തിന് അത് ഫസ്റ്റ് സെക്കൻഡ് എല്ലാം ആയിട്ടുണ്ട്. തേ ട്രോഫി ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്തു. തേ ട്രോഫി സ്പോൺസർ ചെയ്തത് പോരാഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ഒരുപാട് ബാറ്റുകളുണ്ട്. നിങ്ങളടുത്ത് ഏൽപ്പിച്ചാൽ അത് സുരക്ഷിതമായിട്ട് വളർന്നു വരുന്ന ആളുകളുടെ കൈകളിലേക്ക് എത്തുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ വളർന്നു വരുന്ന തലമുറയെ കണ്ടെത്തി ആ ബാറ്റ് ഞങ്ങളുടെ പേരിൽ കൊടുക്കണം, തേ ട്രോഫി ടൂർണമെന്റിൽ പേരിൽ കൊടുക്കണം. ഒരു വലിയ കയ്യടിയോടെ അല്ലാതെ ആ വാക്കുകളെ സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ല. പ്രിയപ്പെട്ട വൈറ്റ് മാർട്ട്, പരപ്പനങ്ങാടിയിൽ ഒരുപാട് ഇലക്ട്രോണിക് സ്ഥാപനങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച വൈറ്റ് മാർട്ട്. വൈറ്റ് മാർട്ടിന്റെ പ്രിയപ്പെട്ട പ്രേമേട്ടനും പ്രേമേട്ടന്റെ മകൻ രോഹിത് ഇവിടെയുണ്ട്. രോഹിത് പ്ലീസ് ഒന്ന് നീട്ടിക്കണം, പ്രേമേട്ടനും രോഹിതും ഒന്ന് എല്ലാവരും ഒരു വലിയ കയ്യടി കൊടുക്കണം. കാരണം അത്രമാത്രം വലിയ സ്നേഹമാണ് അവർ നമുക്ക് ഒരുക്കി വെച്ചത്. അതൊന്നുകൊണ്ട് മാത്രമാണ് ഈ ഒരു ടൂർണമെന്റിന്റെ ഹൈലൈറ്റുകളിൽ ഒന്നും കൂടിയാണ് നമ്മുടെ വൈറ്റ് മാർട്ട് ഗ്രൂപ്പ്. അത് ഈ ഒരു നിങ്ങൾ വിളിച്ചാൽ മതി, കൂടെ എന്നും ഉണ്ടാവും. വലിയ വാക്കുകൾക്ക് നന്ദി. കൂടെ എന്നും ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ ഈ കൂടെ നിൽക്കുന്നവരോട്, നമ്മുടെ കൂടെ കൂടുന്ന ആളുകൾക്ക് തിരിച്ച് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ മാനദണ്ഡങ്ങളിൽ ഒന്നാണ്. വൈറ്റ് മാർട്ട് പരപ്പനങ്ങാടിയിൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക് പരമായിട്ട് നിങ്ങൾക്ക് എന്ത് ഉപകരണങ്ങൾ മേടിക്കണമെങ്കിലും പരപ്പനങ്ങാടിയിലുണ്ട്. നമ്മളെ സ്നേഹിക്കുമ്പോൾ തിരിച്ച് സ്നേഹിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ എല്ലാവരും അത് ചെയ്യുമെന്ന ഉറച്ച വിശ്വാസമുണ്ട്. കാരണം ഓൺലൈനായിട്ടും ഒരുപാട് മാർക്കറ്റുകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലൊരു ആവശ്യം വരുമ്പോൾ, നമ്മുടെ നാട്ടിലൊരു പ്രോഗ്രാം വരുമ്പോൾ ഈ ഒരു ഓൺലൈൻ മാർക്കറ്റുകൾ തേടി നമ്മൾ പോവില്ല. നമ്മൾ പോകുന്നത് നമ്മുടെ നാട്ടിലെ, നമ്മുടെ ഹോം ടൗണിലെ ആ ചെറിയ കടകൾ തേടിയാണ്. ആ കടകളാണ് നമ്മുടെ നിലനിൽപ്പ്. ആ കടകളെ ജീവനോടെ നിലനിർത്താൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്.